ഡ്രീം 720യുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നീറ്റ് 2024 നമ്മൾ പല രീതിയിലാണ് സമീപിച്ചത്. ഓരോ കുട്ടികളും +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്. +2വിന് ശേഷം 1, 2, 3 വർഷമൊക്കെ ആയിട്ട് മെയ് 5-ാം തീയതി തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് കഠിന പ്രയത്നം ചെയ്യുന്ന ഒട്ടനവധി വിദ്യാർത്ഥികളെ നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട് കഴിഞ്ഞു. അതിൽ ഒരു പരിധിവരെ സ്വന്തം കഴിവിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യുന്ന ഒരു വലിയ വിഭാഗമാണ് ഓൺലൈൻ മാത്രം ഉപയോഗിച്ചുകൊണ്ട്, ഓൺലൈൻ മീഡിയ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നീറ്റ് 2024 ഫോക്കസ് ചെയ്യുന്നവർ. ഒരുപക്ഷെ അവരുടേതായിട്ടുള്ള സ്വസ്ഥമായിട്ടിരുന്നുകൊണ്ട് ഒന്നുകിൽ ഹോസ്റ്റൽ റൂമിലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ വീടുകളിലായിരിക്കാം, അല്ലെങ്കിൽ ഈ ലോകത്ത് എവിടെ നിന്നായിരിക്കാം അവരുടെ കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ട് നീറ്റ് 2024 തയ്യാറെടുക്കുന്നവർ. എനിക്ക് തോന്നുന്നു ഈ വർഷം 2024 എത്തുമ്പോഴേക്കും 40%-അപ്പുറവും ഈ ഒരു സെക്ഷനിലോട്ട് തന്നെ ഓൺലൈൻ വിഭാഗത്തിലൂടെ തന്നെ ഓൺലൈൻ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ക്ലാസ്സുകളാണെങ്കിലും പരീക്ഷകളാണെങ്കിലും റെഫറൻസുകൾ, ഡൗട്ട് ക്ലിയറൻസ് എല്ലാം ഓൺലൈൻ മീഡിയ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നവരുടെ എണ്ണം 40%-അപ്പുറത്തേക്ക് എത്തുകയാണ്. ഇനിയും 4 മാസങ്ങൾ അവർക്കുള്ളതാവട്ടെ ഈ എപ്പിസോഡ്. തീർച്ചയായിട്ടും. കാരണം ഓൺലൈൻ സ്റ്റുഡൻസിന് പലപ്പോഴും നമ്മളിടുന്ന വീഡിയോയിൽ ഞങ്ങൾക്ക് വേണ്ടി കൂടെ ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരുപാട് കമൻസുകൾ ഞങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എപ്പിസോഡ് ഓൺലൈൻ സ്റ്റുഡൻസിന് വേണ്ടി ആകട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ശിവൻ സാറും എത്തിയിരിക്കുന്നത്. കോവിഡിന് ശേഷമാണ് ഓൺലൈൻ മീഡിയ ഇത്രയും ശക്തി പ്രാപിച്ചതെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ അതിനു മുമ്പിലുള്ള റിസൾട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഞാൻ ഏത് രീതിയിലാണ് തയ്യാറെടുക്കേണ്ടതെന്ന്. ഓരോ വിദ്യാർത്ഥിക്കും അവനവനെക്കുറിച്ചുള്ള ഒരു കഴിവ് മനസ്സിലാക്കിയവരാണ് ഏറ്റവും ടോപ്പറായി വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ എക്സാമുകളിലാണെങ്കിലും ഒരുവിധം നന്നായിട്ട് +2, +1, +2 മാർക്കുണ്ട്, നന്നായിട്ട് തയ്യാറെടുത്തിട്ടുണ്ട്. അപ്പം ഇനി എങ്ങനെയാണ് 2024 സമീപിക്കേണ്ടതെന്ന് അവർ ഫോക്കസ് ചെയ്തപ്പം അവർ സെലക്ട് ചെയ്തതാണ് ഓൺലൈൻ, അല്ലേ? അപ്പം അവർ യഥാർത്ഥത്തിൽ ഓൺലൈനാണ് ഞാൻ ചെയ്തത് എന്നോർത്ത് പേടിക്കേണ്ടതായിട്ടുണ്ടോ? മുൻ വർഷങ്ങളിലെ റിസൾട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ടോപ്പേഴ്സായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ 650 മാർക്ക് 600 മാർക്കിനൊക്കെ എത്തിയവർ ഈ വിഭാഗത്തിൽ ധാരാളമുണ്ട്. പക്ഷേ ഇനി ചെയ്യേണ്ട 4 മാസത്തിനെക്കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. കാരണം ഏറ്റവും എഫക്റ്റീവായിട്ട് ഈ മാസങ്ങൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ, അതും ഓഫ്ലൈൻ രീതിയിൽ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ 720ലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ, അല്ലേ? തീർച്ചയായിട്ടും. നിങ്ങൾ ഇപ്പോൾ ഓഫ്ലൈൻ സ്റ്റുഡൻസ് 8 മണി തൊട്ട് 4 മണി വരെ ഇവിടെ ഇരുന്ന് ടീച്ചേഴ്സിൻ്റെ കൂടെ പഠിക്കുമ്പോൾ നിങ്ങളൊരു ഡിജിറ്റൽ ഡിവൈസിൻ്റെ മുൻപിലിരുന്ന് അതേ സമയം ചിലവഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ തന്നെ സെൽഫായിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ആകാം എന്നെനിക്ക് തോന്നുന്നു. കാരണം നിങ്ങൾ ആ ഒരു ഡിജിറ്റൽ ഡിവൈസിൽ കാണുന്ന അധ്യാപകരുടെ സഹായത്തോടു കൂടി മാത്രം പഠിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു കുറവ് വരുമെന്നോ അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്നോ നിങ്ങൾ വിചാരിക്കേണ്ട, വിഷമിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത്, ഈ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നവർക്ക് ഇത് ഓൺലൈനാണോ ഓഫ്ലൈനാണെന്നോ യാതൊരു വേർതിരിവും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും അവർക്ക് ആ 720 എത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അവരുദ്ദേശിച്ച അല്ലെങ്കിൽ ആഗ്രഹിച്ച കോളേജിൽ എത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയുള്ള 4 മാസക്കാലം അതിനകത്ത് ഓൺലൈൻ എടുത്തവർക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതാണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. കാരണം നിങ്ങൾ ഇപ്പം ടൈം ടേബിളിൻ്റെ കാര്യവും ബാക്കി കാര്യങ്ങളും ഒന്നും തന്നെ നിങ്ങൾ വറി ചെയ്യേണ്ട. കാരണം നിങ്ങൾ വീട്ടിലിരുന്ന് പഠിച്ച അതേ സമയം അവരിവിടെ ക്യാമ്പസിലിരുന്ന് പഠിച്ചു. നിങ്ങൾക്കാണ് കുറച്ചുകൂടെ പ്ലസ് എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾ വീടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും പ്ലസൻ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആംബിയൻസിലിരുന്ന് നിങ്ങൾ പഠിച്ചപ്പോൾ അവർ ക്ലാസ്സിലിരുന്ന് പഠിച്ചു. അത് കഴിഞ്ഞ് അവർ പഠിച്ചു തീർന്നു. ഇപ്പം ഈ ഒരു ചെറിയൊരു വ്യത്യാസമെങ്കിലും ഉണ്ടായത് ഈ വെക്കേഷൻ ടൈം ടേബിളിൽ മാത്രമാണ്. കാരണം വെക്കേഷൻ ടൈം ടേബിളിൽ അവർക്കൊരു 10 ദിവസം കിട്ടിയപ്പോൾ നിങ്ങൾക്ക് 1-2 ദിവസം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അത് മാത്രമാണ് ആ ടൈം ടേബിളിലുള്ളൊരു വ്യത്യാസം മാത്രമാണ്. ബാക്കി അധ്യാപകനോട് ചോദിക്കുന്ന രീതിക്കായാലും നിങ്ങൾക്കെല്ലാം തന്നെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ലൈവ് ഇൻട്രാക്ഷൻസ് ഉണ്ട്. അപ്പോൾ ലൈവ് സെഷനിലൂടെ നമ്മൾ എപ്പോഴും സംസാരിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്നും ഒരു കുറവായിട്ട് കാണരുത്. ഇതുവരെ ഞാൻ എങ്ങനെയാണോ പഠിച്ചത് അത് തന്നെയാണ് ഓഫ്ലൈൻ സ്റ്റുഡൻസും പഠിച്ചത്. അവിടെ ഈ പറയുന്ന പോലെ ചിലപ്പോൾ ടൈം ടേബിളിൻ്റെ ഒരു ഡിഫറൻസ് കാരണം ഹോളിഡേയ്സിനെല്ലാം അവർക്ക് ഒരു 2-3 ദിവസം കൂടുതൽ കിട്ടുന്നു, നിങ്ങൾക്ക് കുറവ് കിട്ടുന്നു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ അവിടെ നിങ്ങൾ ഒരു കാര്യം വിചാരിക്കേണ്ട കാര്യം, കഴിഞ്ഞ ഒരു 6 അല്ലെങ്കിൽ 7 മാസം നിങ്ങൾ പഠിച്ചത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചായിരുന്നു. പലപ്പോഴും റെക്കോർഡഡ് സെഷൻസ് കാണുന്ന നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് റെക്കോർഡഡ് സെഷൻ കണ്ടപ്പോൾ ഓഫ്ലൈൻ സ്റ്റുഡൻസ് കൃത്യമായിട്ട് 8 മണി തൊട്ട് 10 വരെ ഒരു ക്ലാസ്സിലിരുന്ന് പഠിച്ചവരാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു കുറവ് വന്നപ്പോൾ വേറൊരാൾക്ക് ഒരു കൂടുതലായിട്ട് കരുതണ്ട. കാരണം നിങ്ങൾ മറ്റൊരു കാര്യത്തിൽ കൂടി നിന്നപ്പോൾ അവർ കുറഞ്ഞു നിന്നവരാണ്. അതുകൊണ്ട് ടൈം ടേബിളിൽ വരുന്ന വ്യത്യാസം നിങ്ങളുടെ പഠനത്തെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം ഓൺലൈനിലും ഓഫ്ലൈനിലും ഒരുപോലെയാണ് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നതും ക്ലാസ്സുകൾ
തീർക്കുന്നതും. പിന്നെ അത് ഓഫ്ലൈനിൽ പഠിച്ച കുട്ടികളാണെങ്കിലും ഓൺലൈനിൽ പഠിച്ച കുട്ടികളാണെങ്കിലും നിങ്ങൾ എത്രമാത്രം സമയം യൂട്ടിലൈസ് ചെയ്തു, നിങ്ങൾക്ക് എന്തൊക്കെ പെൻഡിങ് ഉണ്ട്, നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് ഓരോ ഇൻഡിവിജ്വലിനെയും അനുസരിച്ചുള്ള മാറ്റങ്ങളാണ്. അല്ലാതെ അതൊരിക്കലും ഓൺലൈൻ സ്റ്റുഡൻറ്റിനെയോ ഓഫ്ലൈൻ സ്റ്റുഡൻറ്റിനെയോ സംബന്ധിച്ചുള്ള മാറ്റങ്ങളല്ല. ഇപ്പോൾ ഓഫ്ലൈൻ പഠിച്ച കുട്ടികൾക്ക് പോലും ഒരുപാട് പെൻഡിങ് ഉള്ള കുട്ടികളുണ്ട്, ഫുൾ പഠിച്ചു കഴിഞ്ഞ് റെഡി ആയിട്ടിരിക്കുന്ന കുട്ടികളുണ്ട്. ഇത് തന്നെ ഓൺലൈനിലുമുണ്ട്. എല്ലാം പഠിച്ചു കഴിഞ്ഞ് അത്യാവശ്യം റെഡി ആയിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളും ഉണ്ട്, അത്യാവശ്യം നല്ല പെൻഡിങ് ഉള്ള കുട്ടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓൺലൈനിൽ പഠിച്ചതുകൊണ്ട് മാത്രം എന്തേ ഇങ്ങനെ എന്നൊരു കൺഫ്യൂഷൻ്റെയോ ഡൗട്ടിൻ്റെയോ കാര്യം അവിടെ ഇല്ല. ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററുകൾ, അത് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും, ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബോട്ടണി ആണെങ്കിലും സുവോളജി ആണെങ്കിലും, ഇനി താൻ എത്രത്തോളം പഠിച്ചു എന്നുള്ളത്, കാരണം ക്ലാസ്സിൽ ഈ ഓഫ്ലൈനിൽ ഇരുന്നവർക്ക് കൂടുതൽ മനസ്സിലാക്കാനുള്ളൊരു സമയമുണ്ടായിരുന്നു. പക്ഷേ ഓൺലൈൻകാർക്ക് പരീക്ഷകളിലൂടെ മാത്രമാണത് മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മൾ ഓൺലൈനായിരിക്കാം മാക്സിമം പരീക്ഷകൾ എഴുതിയതും. പക്ഷേ നീറ്റ് 2024 മെയ് 5-ാം തീയതി ഓൺലൈൻകാർ ഏറ്റവും ശ്രദ്ധിക്കേണ്ട മേഖല, ഇനിയുള്ള ദിവസങ്ങൾ നിർബന്ധമായും ഓരോ ദിവസവും ഒരു പരീക്ഷ ഓഫ്ലൈനായിട്ട് എഴുതിയിരിക്കണമെന്നുള്ളത് തന്നെയാണ്. അതിന് ഒരു അണുവിട പോലും മാറ്റം ഉണ്ടാവാൻ പാടില്ല. നമുക്ക് എത്രത്തോളം ചാപ്റ്ററുകൾ അറിയാം, ഏറ്റവും എളുപ്പമായിട്ടുള്ള ചാപ്റ്ററുകളുണ്ട്, പഠിക്കാൻ ഇനി ബാക്ക്ലോഗ്സ് ഉള്ളതൊക്കെ ഉണ്ടാവാം. പക്ഷേ പരീക്ഷ നിർബന്ധമായും ഇനി വരുന്ന 4 മാസക്കാലമുള്ള പരീക്ഷകളിൽ ഒരു ദിവസം ഒരു പരീക്ഷയെങ്കിൽ 30 ക്വസ്റ്റ്യൻ ഉള്ളതെങ്കിലും ആകാം. കാരണം ഇനി മോഡലുകൾ ധാരാളം വരുന്നുണ്ട് ഫുൾ ടൈം എഴുതാനായിട്ട്. 30 ഉള്ളതായിരിക്കും, അല്ലെങ്കിൽ ഇനി 200 ആയിരിക്കട്ടെ. പക്ഷേ ഒരു പരീക്ഷയെങ്കിലും ഓഫ്ലൈൻ രീതിയിൽ എഴുതി പ്രാക്ടീസ് ചെയ്തിരിക്കണം. അതിന് OMR ഷീറ്റ് ഫോട്ടോ കോപ്പി എടുത്തോ അല്ലെങ്കിൽ ഇവിടുന്ന് അയച്ചു തരുന്ന പാക്കേജിനകത്തുള്ള OMR ഉപയോഗിച്ചോ നിങ്ങൾ അത് ചെയ്യാനായിട്ടൊന്ന് തയ്യാറാവണം, അല്ലേ? തീർച്ചയായിട്ടും വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് തന്നെയാണ്. കാരണം നിങ്ങൾ കൂടുതൽ ഈ ഡിജിറ്റൽ ഡിവൈസിനോട് ഇഷ്ടമുള്ളവർ, അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിവൈസിനെ മാത്രം ആശ്രയിച്ചിട്ടാണ് കഴിഞ്ഞ 7 മാസം മുന്നോട്ട് പോകുന്നത്. പക്ഷെ നമുക്കൊരിക്കലും പരീക്ഷ ഓൺലൈനിലായിട്ട് നടത്താനുള്ള ഒരു ഇതുവരെ വന്നിട്ടില്ല. അപ്പം നമ്മൾ ഓഫ്ലൈനായിട്ട് എഴുതുമ്പോൾ നമ്മൾ ഏറ്റവും ഫേസ് ചെയ്യാൻ പോകുന്ന ഡിഫിക്കൽറ്റിയും അത് തന്നെ ആയിരിക്കും. അപ്പം നിങ്ങൾ പേപ്പറും പേനയും ഉപയോഗിച്ച് തന്നെ അതൊന്ന് മാർക്ക് ചെയ്ത് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ വീട്ടിലിരുന്ന് ഈ ചെയ്യുന്നതോടൊപ്പം തന്നെ മോഡൽ എക്സാം ഒക്കെ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സെൻറ്ററുകളിൽ അടുത്ത സെൻറ്ററുകൾ ഉണ്ടെങ്കിൽ, അങ്ങനെ പോയി എഴുതാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് തന്നെ ചെയ്യണം. കാരണം അവിടെയും കുറച്ചൊരു പ്ലസ് പോയിന്റ് ഉണ്ട്. നിങ്ങൾ വീട്ടിലിരുന്ന് അലാം സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആംബിയൻസിലിരുന്ന് എഴുതുന്നതിനേക്കാൾ ചുറ്റുമുള്ള കുട്ടികളെയും കൂടെ കണ്ട് എക്സാം അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു ആംബിയൻസിലിരുന്ന് പരീക്ഷ എഴുതുന്നതും തമ്മിൽ ഭയങ്കര ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ അത്രയും എക്സാം എഴുതാൻ പറ്റിയില്ലെങ്കിൽ കൂടി ഏറ്റവും അവസാന നിമിഷങ്ങളിൽ വരുന്ന കോമ്പിനേഷൻ മോഡലൊക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഏതെങ്കിലുമൊക്കെ സെൻറ്ററുകൾ നിങ്ങളുടെ അടുത്തുണ്ടാവും. അവിടെയെങ്കിലും ചെന്നിരുന്ന് അറ്റ്ലീസ്റ്റ് വീക്ക്ലി വൺസ് എങ്കിലും ഒരു എക്സാം നിങ്ങൾ ആ എക്സാമിനേഷൻ ഹാള് അവിടെ പോയിരുന്ന് ആ ആംബിയൻസ് പ്രിഫർ ചെയ്ത് പരീക്ഷ എഴുതണം. കാരണം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ വീട്ടിൽ എഴുതുമ്പോൾ ഒന്നാമത്തെ കാര്യം പേനയും പേപ്പറും നമ്മൾ ഫെമിലിയർ ആകും. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്കൊരു കംഫർട്ട് ഉണ്ട്. അപ്പം നമ്മുടെ ഇൻറ്റേർണൽ സിസ്റ്റം ഒരിക്കലും ഒരു പാനിക് ആവില്ല. കാരണം നമുക്ക് തന്നെ അറിയാം, നമ്മൾ എത്ര സീരിയസ്നെസ് കൊടുത്ത് എഴുതിയാലും ഞാൻ എൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നതെന്ന് ഒരു ബോധം മനസ്സിലുണ്ടാകും. ആ ഒരു ബോധം വെച്ചുകൊണ്ട് എഴുതിയിട്ട് പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ ഒരു പരീക്ഷാ ഹാളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ അധ്യാപകനോ അല്ലെങ്കിൽ കൂടെയുള്ള കുട്ടികൾ എഴുതുന്ന ആ സ്പീഡോ അല്ലെങ്കിൽ വേഗതയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒന്ന് പാനിക് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ പ്രത്യേകിച്ചും ഓൺലൈനിൽ പഠിച്ചു വരുന്ന കുട്ടികൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് വീട്ടിലിരുന്ന് എഴുതിക്കോളൂ, ഒരു കുഴപ്പമില്ല, വീട്ടിലിരുന്ന് എഴുതണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും പറ്റുമെങ്കിൽ അവസാനത്തെ മോഡൽ എക്സാം എങ്കിലും, അതായത് കോമ്പിനേഷൻ മോഡൽ ആകുമ്പോഴെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു സെൻറ്ററിൽ പോയി പരീക്ഷ എഴുതണം. ആ ആംബിയൻസ് നിങ്ങളൊരു മിനിമം ഒരു 5-6 പ്രാവശ്യമെങ്കിലും നിങ്ങൾ അറിഞ്ഞിട്ട് വേണം ഒറിജിനൽ എക്സാം ഹാളിലേക്ക് പോകാൻ. അത് നിങ്ങളെ വളരെയധികം സഹായിക്കും. രക്ഷിതാക്കൾ ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധയിടണം. കാരണം കേരളത്തിലെ സംബന്ധിച്ചോളം കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും എല്ലായിടത്തും ബ്രില്യൻറ്റിൻ്റെ ഓഫ്ലൈൻ എക്സാം സെൻറ്ററുകൾ വരികയാണ്. അപ്പം പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു 55ഓളം 60ഓളം എക്സാം സെൻറ്ററുകൾ, ഓഫ്ലൈൻ എക്സാം സെൻറ്ററുകളാണ് കേരളത്തിൽ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ തോന്നും നമുക്കൊരു ദിവസത്തെ മെനക്കേടാണല്ലോ, നമുക്ക് രാവിലെ അവിടെ പോകണം, തിരിച്ചു വരണം, അപ്പോൾ അന്നത്തെ ദിവസം പഠിക്കാനായിട്ട് പറ്റില്ലെന്ന്. അന്നത്തെ ദിവസം വീട്ടിലിരുന്ന് പഠിക്കുന്നതിനേക്കാളും 1000 ഇരട്ടി എഫക്റ്റീവാണ് എക്സാം സെൻറ്ററിൽ ചെന്ന് അവിടെ മാർക്ക് എത്രയും ആയിക്കൊള്ളട്ടെ, റാങ്ക് എത്രയും ആയിക്കൊള്ളട്ടെ, പക്ഷേ ആ എക്സാം സെൻറ്ററിൽ ചെന്നിരുന്ന് ഒരു ഓഫ്ലൈൻ എക്സാം എഴുതാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അത് നീറ്റ് 2024 ഏറ്റവും അധികം ബാധിക്കുമെന്നുള്ളത് രക്ഷകർത്താക്കളും അറിഞ്ഞിരിക്കുക. അപ്പം ആ എക്സാം സെൻറ്ററിലോട്ട് പോകാനുള്ള ഒരു കൺവെയൻസ്
തീർച്ചയായിട്ടും നിങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യണം. അവരോടത് കുട്ടികൾക്ക് ചിലപ്പം കുട്ടികളും ഈ പറയുന്ന പോലെ ഞാൻ പഠിച്ചു തീർന്നില്ല, ബാക്ക്ലോഗ്സ് ഉണ്ട്, ഇന്നിപ്പോൾ യാത്രയ്ക്ക് ഒരു ദിവസം പോകും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അല്ല മോനെ, ഒരു പ്രാവശ്യമെങ്കിലും നീ ഒന്ന് പോയി എഴുത് എന്ന് പറയാൻ നമുക്ക് പറ്റണം. കാരണം ഈ പറയുന്ന പോലെ വീട്ടിലിരുന്ന് മുഴുവൻ സമയം പഠിക്കുന്നതിനേക്കാളും ഇഫക്റ്റീവാണ് ആ ഒരു 3 മണിക്കൂർ നമ്മൾ എക്സാം ഹാളിലിരുന്ന് അതേ ആംബിയൻസിൽ നമ്മൾ പരീക്ഷ എഴുതുന്നത്. അത് 2024 റിസൾട്ട് അവരുടേതാക്കാനായിട്ട് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ ആദ്യമേ തന്നെ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഫെബ്രുവരി 4-ാം തീയതിയോടുകൂടി തന്നെയാണ് നമുക്കറിയാം നമ്മുടെ മോഡൽ എക്സാമുകൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ആ ദിവസം മുതൽ എല്ലാ എക്സാമുകളും ഓഫ്ലൈനായിട്ട് എഴുതാനുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് ദുബായ് സെൻറ്റർ ആണെങ്കിലും കേരളത്തിന് പുറത്തുള്ള സെൻറ്ററുകളുണ്ട്. അതിനെക്കുറിച്ചൊക്കെയുള്ള നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യും. അതിനൊക്കെ അനുസരിച്ച് നമുക്ക് ഓഫ്ലൈൻ എക്സാം എഴുതാൻ പറ്റുന്ന കുട്ടികളെല്ലാം തന്നെ അങ്ങനെ എഴുതണം. കാരണം ഓൺലൈൻ എക്സാമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കൊരു 15-20 മിനിറ്റ് കൂടുതൽ വേണ്ടി വരും ഒരു ഓഫ്ലൈൻ എക്സാം എഴുതാൻ. നമ്മൾ രണ്ടുപേരും ഉപയോഗിക്കുന്ന സമയം ഒന്ന് തന്നെയാണ്, 3 മണിക്കൂർ 20 മിനിറ്റും. അപ്പോൾ ഓൺലൈൻ സ്ഥിരമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നയാൾ ഒരു സുപ്രഭാതത്തിൽ ഓഫ്ലൈനിലോട്ട് മാറുമ്പോൾ ഈ ഒരു 20 മിനിറ്റിൻ്റെ അധിക ബാധ്യത അവർക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ പോകും. ടൈം മാനേജ്മെൻറ്റ് നീറ്റ് പോലെ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു എക്സാമിനെ ഫേസ് ചെയ്യുന്നതിന് ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ നമുക്ക് ഓർക്കും ടഫാണെങ്കിലല്ലേ ടൈം മാനേജ്മെൻറ്റ് പ്രശ്നം അല്ല. ഉറപ്പായിട്ടും ഈസി ആണെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എടുക്കേണ്ട ഒരു സമയം അത് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും അതിനെ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ. പെട്ടെന്ന് എഴുതി തീർക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല. സമയം എടുത്ത് ചെയ്തൊരു ആൻസർ കണ്ടുപിടിക്കുന്നതിലും യാതൊരു കാര്യവുമില്ല. ഒരു ചോദ്യത്തിന് അതിൻ്റേതായ സമയം, അത് വായിക്കുന്നു, ഡേറ്റ അനലൈസ് ചെയ്യുന്നു, വീണ്ടും വായിക്കുന്നു, നമ്മൾ ആൻസറിലെത്തുന്നു, അത് അതേ ക്വസ്റ്റ്യൻ നമ്പർ നോക്കി അപ്പം തന്നെ ഓഫ്ലൈൻ OMRലോട്ട് മാർക്ക് ചെയ്യുന്നു. അവിടെ വരെ ഉള്ളത് പിന്നീട് നമ്മൾ ആ ചോദ്യത്തിനെക്കുറിച്ച് ഒരിക്കൽ പോലും ആലോചിക്കാതിരിക്കുക. ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാക്കിയെടുക്കാനാവില്ല. അത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ മെയ് 5 എത്തണം. അതുകൊണ്ട് നിർബന്ധമായും ഓഫ്ലൈൻ എക്സാമുകൾ എഴുതണമെന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പിന്നെ ടീച്ചറെ, ഈ ഓൺലൈൻ ചെയ്തപ്പോൾ ഈ 7 മാസക്കാലമായിട്ട് തിയറി പഠിച്ചുകൊണ്ട് അല്ലെ 2 വർഷക്കാലമായിട്ട് ഓൺലൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ അനുഭവിക്കുന്നൊരു കുഴപ്പമാണ് ബാക്ക്ലോഗ്സ്. ഓഫ്ലൈൻ ആകുമ്പോൾ കൃത്യമായൊരു ടൈം ടേബിളിലൂടെയാണ് അവർ ഈ 83 ചാപ്റ്ററിലൂടെയും കടന്നു പോയത്. പക്ഷേ ഓൺലൈൻകാർക്ക് എല്ലാവർക്കും തന്നെ, നമ്മളിപ്പോൾ ഈ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നവരല്ലാതെ ഞാൻ പറയുകയാണ്, അവരനുഭവിക്കുന്ന ഒരു പ്രശ്നമായിരിക്കാം ഇനിയും ധാരാളം ചാപ്റ്ററുകൾ കണ്ടു തീർക്കാനുണ്ടായിരിക്കാം. അവരോട് എന്താണ് നമുക്ക് പറയാം? ഇനി ചാപ്റ്റർ കണ്ടു തീർക്കാനുള്ള കുട്ടികളോട് ഏറ്റവും ആദ്യം പറയാനുള്ളത്, ഇപ്പോൾ ബയോളജിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു സെൻറ്റൻസ് വായിച്ചാൽ മനസ്സിലാകും. ഇംഗ്ലീഷ് അത്യാവശ്യം അറിയാമെന്നുള്ള നമുക്ക് ഒരു സെൻറ്റൻസ് വായിച്ചാൽ മനസ്സിലാകും. അപ്പോൾ വലിയ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് അല്ലാത്ത വായിച്ചാൽ മനസ്സിലാകുന്ന ചാപ്റ്ററുകൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് NCERT വായിക്കാൻ ശ്രമിക്കണം. NCERT വായിച്ച് നിങ്ങൾക്ക് കാര്യം കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ആ കാര്യം നിങ്ങൾക്ക് അറിയാം. ഏതെങ്കിലും ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൻ്റെ ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് മാത്രം നമുക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ഒരു പേജ് കംപ്ലീറ്റ് മനസ്സിലാകുന്നില്ല, ബാക്കിയെല്ലാം നമുക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ആ ഭാഗം മാത്രം ഇനി കണ്ടാൽ മതിയാകും. എൻ്റെ വീഡിയോ നമ്മൾ കാണണം എന്നാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ബാക്ക്ലോഗ്സ് ആണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് ബാക്ക്ലോഗ്സ് ഉള്ളവർ ഇനി മുഴുവൻ ചാപ്റ്ററും ഇരുന്ന് നമുക്ക്, കാരണം വലിയ വലിയ ചാപ്റ്റേഴ്സ് ഒക്കെ ഏകദേശം 12-13 മണിക്കൂർ ക്ലാസ്സുകളായിട്ട് വന്നതാണ്. അപ്പോൾ അത്രയും പോയിരുന്ന് കാണാൻ നിങ്ങൾക്ക് ഡിഫിക്കൽറ്റി ഉണ്ട്, മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഏറ്റവും ഇഫക്റ്റീവായിട്ട് ഇനി ചെയ്യേണ്ടത് വായിച്ചാൽ മനസ്സിലാകും, പഠിച്ചാൽ മനസ്സിലാകും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് വായിച്ച് നോക്കുക. അപ്പോൾ ടെക്സ്റ്റ് വായിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫോ ഒരു പേജോ നമുക്ക് ഒട്ടും കിട്ടുന്നില്ലെങ്കിൽ അത് മാത്രം ആ വീഡിയോ പോർഷൻ എടുത്ത് ഒന്ന് കണ്ടു നോക്കുക. അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇതാണ്, ക്ലാസ്സിൽ ഞങ്ങൾ എത്ര സ്ലോയിലാണോ പറയുന്നത് അതേ പേസിലേ നിങ്ങൾക്കും കേൾക്കാൻ പറ്റും. പക്ഷേ ഡിജിറ്റൽ ഡിവൈസ് ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് 2x 3x ഒക്കെ അടിച്ച് കാണാൻ പറ്റും. അത് അങ്ങനെ കണ്ട് പഠിക്കുക. ഇനി അടുത്തൊരു കാര്യം, ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ആകുമ്പോൾ ഡെഫിനറ്റായിട്ടും ടെക്സ്റ്റ് വായിച്ച് നോക്കാൻ പറയുന്നത് ശരിയാവില്ല. അവിടെ നിങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ട് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ചെയ്യുക. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യുക. അപ്പോൾ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങളൊരു 100 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എങ്ങനെ പറഞ്ഞാലും ഒരു 100 കോൺസെപ്റ്റുകളിലൂടെ നിങ്ങൾ കടന്നു പോകും. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് തിയറി പഠിച്ചിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകുക എന്നാണ്. പക്ഷേ ഈ ഒരുപാട് ബാക്ക്ലോഗ്സ് ഉള്ളവർക്ക് ഇനി ഞാൻ അത്രയും പഠിച്ചാൽ കിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ക്വസ്റ്റ്യനിലൂടെ തിരിച്ച് കോൺസെപ്റ്റിലേക്ക് എത്തുക. ഒരു 100 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ ആ ചാപ്റ്ററിലെ എല്ലാ കോൺസെപ്റ്റിലൂടെയും കൃത്യമായിട്ട് കടന്നു പോയില്ലെങ്കിൽ കൂടും ഒരു 80% കോൺസെപ്റ്റുകളിലൂടെയും നമ്മൾ അറിയാതെ കടന്നു പോകും. അപ്പോൾ അതിനി ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ഒരു എക്സാമും പെൻഡിങ് ഇടാതെ മാക്സിമം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു എൻ്റയർ ചാപ്റ്റർ 20 മണിക്കൂർ വീണ്ടും കണ്ട് പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ നിന്നാൽ
ഇനി ഒരു ഒത്തിരി ടൈം ടേബിൾ മൊത്തം മാറ്റേണ്ടി വരും. ഇത് 1-2 ചാപ്റ്റേഴ്സ് ഒക്കെ ബാക്ക്ലോഗ് ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് സമയമുണ്ട്, എൻ്റെ കണ്ടിട്ട് വീണ്ടും പഠിച്ചാൽ മതി. അതല്ല, അത്യാവശ്യം നല്ല ബാക്ക്ലോഗ്സ് ഉള്ള കുട്ടികളാണെങ്കിൽ ഇനി മുഴുവനും കണ്ടു തീർക്കാനുള്ള സമയം തന്നെ ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട. അവിടെ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കൂ. ഓരോ ചാപ്റ്ററും എടുത്തിട്ട് എനിക്ക് തോന്നുന്നു ചാപ്റ്റർ വൈസ് ചെയ്യുന്നതിനേക്കാളും ഒരു കോണ്ടന്റ് വൈസ്, ചില ബുക്കുകളൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു കോൺസെപ്റ്റ് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുക്കുമ്പോൾ അറിയാം, ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു കോണ്ടന്റിനെ ബേസ് ചെയ്തിട്ട് ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ നിന്ന് നിങ്ങളൊരു മിനിമം ഒരു 5 ക്വസ്റ്റ്യൻ എങ്കിലും ചെയ്തു നോക്കൂ. അങ്ങനെ ചെയ്യുമ്പോൾ ആ കോൺസെപ്റ്റ് അത്യാവശ്യം ഓക്കെ ആയിരിക്കും. അവിടെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഒരു സബ്ജക്റ്റ് പ്രയോറിറ്റി, അതുപോലെ തന്നെ ഒരു ടോപ്പിക് പ്രയോറിറ്റി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് അറിയാമെന്നുള്ള ടോപ്പിക്കുകൾ, കുറച്ച് സമയം കൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നുള്ള ടോപ്പിക്കുകൾക്ക് ആദ്യത്തെ പ്രയോറിറ്റി കൊടുക്കുക. രണ്ടാമത്തെ കാര്യം, പ്രീവിയസ് ഇയേഴ്സ് പാറ്റേൺ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഏത് ചാപ്റ്ററിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കിട്ടുന്നതെന്ന് നോക്കി അതിന് മുൻപന്തിയിൽ കൊടുക്കുക. കാരണം ഓരോരുത്തർക്കും ബാക്ക്ലോഗ്സ് ഓരോ രീതിയിലായിരിക്കും, സബ്ജക്ട് വൈസ് ഒക്കെ ആയിരിക്കും. അപ്പം നിങ്ങൾ അത് നോക്കുമ്പോൾ ഏത് സബ്ജക്റ്റിനാണ്, ഇപ്പോൾ ബയോളജിക്ക് കുഴപ്പമില്ല, ബയോളജി അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, പക്ഷേ ബയോളജിക്കാണ് ബാക്ക്ലോഗ്സ് കൂടുതലെങ്കിൽ അത് മാക്സിമം ആദ്യം പഠിക്കാൻ നോക്കുക. അപ്പം നമ്മുടെ കയ്യിൽ ഏറ്റവും എളുപ്പത്തിൽ കിട്ടാൻ പറ്റുന്നതിന് പ്രയോറിറ്റി കൊടുക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് ലാസ്റ്റ് ഒരു 5-10 ഇയേഴ്സ് ആയിട്ട്, ഒരു 5 ഇയേഴ്സ് ആയിട്ട് വന്ന ഒരു ചാപ്റ്റർ വെയിറ്റേജ് അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് വെയിറ്റേജ് നോക്കിയിട്ട് അതിന് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുക. തീരെ ഒട്ടും പറ്റുന്നില്ല എന്നുള്ളതിന് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യുക. അതിൻ്റെ വീഡിയോ സൊല്യൂഷൻസ് ലേണിംഗിൽ പോയി കാണുക, അല്ലെങ്കിൽ അതിൻ്റെ അധ്യാപകരുമായിട്ട് വിളിച്ച് അവരോടൊന്ന് ഫോണിൽ സംസാരിച്ചാൽ പോലും അവർ പറഞ്ഞു തരും. അങ്ങനെയൊക്കെയുള്ള ഷോർട്ട് കട്ടുകൾ കൊണ്ട് മാത്രമാണ് ഇനി ഇത്രയും ബാക്ക്ലോഗ്സ് നമുക്ക് ഒറ്റയടിക്ക് എടുക്കാൻ പറ്റുന്നത്. കാരണം പഠിച്ചു തീർന്നില്ല എന്ന് പറയുന്ന ഒരു പല്ലവി നമുക്കിനി ഉണ്ടാവാൻ പാടില്ല ഓൺലൈൻകാരെ സംബന്ധിച്ചോളം. ബാക്കിയുള്ളവർക്ക് നമുക്കറിയാം, ക്ലാസ്സുകൾ അവർ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അവരുടെ ഉപബോധ മനസ്സിൽ ആ ചാപ്റ്ററുകൾ കിടപ്പുണ്ട്, അത് വീണ്ടും പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടും. പക്ഷേ ചാപ്റ്ററുകളെ കാണാത്ത ഒരാളെ സംബന്ധിച്ചോളം അത് തിരിച്ച് കിട്ടണമെങ്കിൽ നമ്മൾ മാക്സിമം ആ ചാപ്റ്ററിൻ്റെ പരീക്ഷകളിലൂടെ നിങ്ങൾക്ക് ആ കൺസെപ്റ്റിലോട്ട് എത്തിച്ചേരുക എന്നുള്ളതാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ പഠിച്ച് തീർക്കുക എന്നുള്ളൊരു എഫക്റ്റിൽ നിങ്ങളുടെ ആ മനസ്സ്, അതിൽ നിന്ന് മനസ്സ് മാറ്റുക. പകരം പഠിച്ച് തീർക്കാനായിട്ടുള്ള എളുപ്പമാർഗ്ഗം നമ്മൾ ഇതുവരെ നോക്കാത്തതിൻ്റെ പരീക്ഷകൾ മാക്സിമം എഴുതി, അപ്പോൾ കിട്ടാതെ വരും, ധാരാളം കിട്ടാതെ വരും. അതിൻ്റെ എന്താണ് നമ്മൾ സൊല്യൂഷൻസ് ഏത് രീതിയിൽ നമുക്ക് കവർ ചെയ്യാം എന്നുള്ളത് നോക്കുക. കാരണം ഇനി പഠിച്ചു തീർക്കാൻ നിന്നാൽ ഒരുപക്ഷെ ഒരു 3-3.5 മാസം നിങ്ങൾ എടുത്തു പോയാൽ പിന്നെ നിങ്ങൾക്ക് പരീക്ഷകൾ ചെയ്യാനോ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് അറിയാനോ ഒന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ ഇനിയുള്ള ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ പരീക്ഷകളിലൂടെ തിരിച്ചു പോവുക എന്നുള്ളതാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞത് വേറൊരു മാർഗ്ഗമാണ്. ഇനി നന്നായിട്ട് പഠിച്ച് അത്യാവശ്യം കോൺസെപ്റ്റുകളൊക്കെ അറിയാമെന്നുള്ള ആൾക്കാർക്ക് ഇതൊന്നും ബാധകമല്ല. ഞങ്ങൾ പറഞ്ഞു വരുന്നത് ഒത്തിരി ബാക്ക്ലോഗ്സ് ഇടുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരൊരിക്കലും ഇനി പോയി 20 മണിക്കൂറിന്റെ ക്ലാസ് 20 മണിക്കൂറും കണ്ടു കഴിഞ്ഞ് പിന്നെ ആ 20 മണിക്കൂറത്തെ ക്ലാസ് വീണ്ടും ഒന്ന് പഠിച്ചു കഴിഞ്ഞ് ക്വസ്റ്റ്യൻ ചെയ്യാന്ന് പറയുന്നത് പ്രാക്ടിക്കൽ പോസിബിലിറ്റി കുറച്ച് കുറഞ്ഞ കാര്യമാണ്. അപ്പൊ ഇനി ചെയ്യേണ്ടത് ഒരു 20 മണിക്കൂർ പഠിക്കുന്ന കാര്യത്തിൽ ഒരു 20 ക്വസ്റ്റ്യൻസ് എങ്കിലും ചെയ്തു നോക്കിയാൽ അത് നിങ്ങൾ ആ 20 ക്വസ്റ്റ്യനിലൂടെ തിരിച്ച് ആ കോൺസെപ്റ്റിലേക്ക് മടങ്ങിപ്പോകും. തീർച്ചയായിട്ടും ഏറ്റവും പ്രധാന പോയിന്റ് തന്നെയാണ്. പിന്നെ മറ്റൊന്ന് രക്ഷകർത്താക്കളോട് എനിക്ക് സംസാരിക്കാനുള്ളതാണ്. കാരണം നമുക്ക് ഓൺലൈൻ എക്സാമുകൾ നടത്തുമ്പോഴൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ധാരാളം മാർക്കുകൾ, കാരണം അവർ കംഫർട്ട് സോണിലായതുകൊണ്ട് വളരെ ഉയർന്ന സ്കോറുകൾ അച്ചീവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഓഫ്ലൈൻ എക്സാം സെൻറ്ററിൽ ചെന്നിരുന്നപ്പോൾ, അല്ലെങ്കിൽ നമുക്ക് നീറ്റ് മെയ് 5-നാണെങ്കിലും ഓഫ്ലൈൻ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ മാർക്ക് വളരെ താഴ്ന്നുപോയി എന്നുള്ളത് സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പം ഇപ്പോൾ ഓൺലൈനായിട്ട് തന്നെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പരീക്ഷകൾ തന്നെ എഴുതിക്കൊണ്ടിരിക്കുന്നവരുടെ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത് എന്നുള്ളത്, നമ്മുടെ കുട്ടി എവിടെയാണ്, ഇനി എത്രത്തോളം അദ്ദേഹത്തെ സഹായിക്കാനുണ്ട്, അദ്ദേഹത്തിന് കിട്ടുമോ കിട്ടുകയില്ല എന്നുള്ളതൊന്നും അല്ല, ആ കുട്ടിയെ നെഗറ്റീവ് ആക്കാനും അല്ല. പക്ഷേ അദ്ദേഹത്തെ ഇനിയുള്ള 4 മാസം നമ്മൾ സഹായിക്കണമെന്നുണ്ടെങ്കിൽ, ആ കുട്ടിയെ നമുക്ക് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ് നമുക്ക് തിരിച്ചറിയണം. അതിനും ഓഫ്ലൈൻ എക്സാം നിർബന്ധമാണ്. എല്ലാ പരീക്ഷകളും, ഇനിയുള്ള പരീക്ഷകൾ ഓഫ്ലൈനിലും കൂടെ എഴുതിച്ചാൽ മാത്രമേ, അത് വീട്ടിലിരുന്നല്ല, ഒരു സെൻറ്ററിൽ ചെന്നിരുന്നുള്ള ഓഫ്ലൈൻ എക്സാം എഴുതിക്കുമ്പോൾ ഒരു പക്ഷേ ആ കംഫർട്ട് സോണിൽ നിന്നും മാറുമ്പോൾ അദ്ദേഹത്തിന് മാർക്കുകൾ കുറഞ്ഞു പോയേക്കാം. അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് വേണ്ട കാര്യങ്ങൾ ഏത് കാര്യത്തിലാണ്, ടൈം മാനേജ്മെൻറ്റിലാണോ, അല്ലെങ്കിൽ ഡേറ്റ അനലൈസ് ചെയ്യുന്നതിലാണോ, അല്ലെങ്കിൽ കൺസെപ്റ്റ് പഠിക്കാതെ പോയതിലാണോ, എന്താണെന്ന് നോക്കി തിരിച്ചറിഞ്ഞ് സഹായിക്കാൻ ഇപ്പോഴും ആവശ്യത്തിന് സമയമുണ്ട്. കാരണം ഇനിയും 4 മാസക്കാലം നമ്മൾ സമയമുണ്ട്. നേരെ മറിച്ച് നമ്മൾ മാർച്ച് വരെ നമ്മൾ ഓൺലൈൻ തന്നെ ചെയ്യുന്നു. ഏപ്രിലാണ് നമ്മൾ ഓഫ്ലൈൻ എക്സാം എഴുതാൻ പോകുന്നത്. ഇപ്പോൾ 650-700 ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന കുട്ടിക്ക് ഏപ്രിൽ മോഡൽ എക്സാം ഓഫ്ലൈനായിട്ട് എഴുതുമ്പോൾ 300-400 പോകുന്നത്
ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് 1-2 പേർക്കൊക്കെ. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ ഇനി മെയ് മാസത്തിലൊക്കെ ആകുമ്പോൾ നമുക്ക് പിന്നീട് ഒന്നും ചെയ്യാനാവില്ല. പക്ഷേ ഇപ്പോൾ ആവശ്യത്തിന് സമയമുണ്ട്. അപ്പം ഓൺലൈൻ മാത്രമായിട്ട് ചെയ്ത് നിൽക്കുന്നവരുടെ എന്താണ് പൊസിഷൻ എന്ന് അറിയേണ്ട, രക്ഷകർത്താക്കൾ തിരിച്ചറിയേണ്ട ഒരു സമയവും കൂടിയാണ് ഇത്. കാരണം ഇനിയുള്ള മോഡലുകൾ, കാരണം ഇവിടെ ഓഫ്ലൈനിൽ പഠിക്കുന്ന കുട്ടികൾ പോലും വീക്ക്ലി എക്സാം വരുമ്പോൾ കോൺസെപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ട് അവർ പരീക്ഷ എഴുതി ഇറങ്ങി വരുമ്പോൾ പറയും, മിസ്സേ പരീക്ഷ ഹാളിൽ ഇരുന്നപ്പോൾ ഇത് തെറ്റായിരുന്നു, ഇത് മനസ്സിലായില്ല. പക്ഷെ ഇപ്പം നോക്കിയപ്പോൾ എല്ലാ ആൻസറും അറിയാം. ഒരു പക്ഷേ ആ ഹാളിൽ അത്രയും സമയം അവരനുഭവിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന ഒരു പേടിയാണ് ഇത്രയും അറിഞ്ഞിരുന്നിട്ട് പോലും എഴുതാൻ പറ്റാതെ ആയത്. അത് ഓഫ്ലൈനിൽ ഇരിക്കുന്ന കുട്ടികൾ അങ്ങനെ പറയുന്നുവെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഓൺലൈനിൽ ഒരു ഡിജിറ്റൽ ഡിവൈസിന് മുമ്പിൽ അത്രയും കംഫർട്ട് സോണിൽ ഇരിക്കുന്ന ഒരു കുട്ടിക്ക് അത് എങ്ങനെ ബാധിക്കുമെന്ന് നിങ്ങൾക്കൊന്ന് അനലൈസ് ചെയ്യാൻ തീർച്ചയായിട്ടും പറ്റും. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പിന്നെ ടൈം ടേബിളിൻ്റെ കാര്യത്തിൽ ക്ലാസ്സിലൊക്കെ ഞങ്ങൾ എപ്പോഴും പറയുന്ന ഇനിയുള്ള ക്ലാസ്സുകൾ ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് ക്ലാസ്സിൽ വെച്ച് തന്നെ ഒരു 80% പഠിച്ചുകൊണ്ട് പോകാനാണ് പറയുന്നത്. ഓൺലൈൻകാരോടും അത് തന്നെയാണ് പറയാനുള്ളത്. മെജോറിറ്റി സെഷൻസും ലൈവ് സെഷനായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ പല കുട്ടികളും ലൈവ് കാണാതെ റെക്കോർഡിംഗ് കാണാം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കാണാം എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. ഇനി അത് ചെയ്യാതെ മാക്സിമം ലൈവ് സെഷനുകൾ തന്നെ നിങ്ങൾ കാണുക. ലൈവ് സെഷനിൽ അധ്യാപകൻ നിന്ന് പറയുന്നത് കേട്ട് പഠിച്ച് അപ്പം തന്നെ ഒരു ഡൗട്ട് ക്ലിയറൻസും എന്തായാലും അത് കഴിയുമ്പോൾ എല്ലാവരും ഒരു റൈസ് ദ ഹാൻഡ് ഓപ്ഷനൊക്കെ തരുന്നുണ്ട്. അതും എല്ലാം അറ്റൻഡ് ചെയ്ത് ക്ലാസ്സിൽ എങ്ങനെയാണോ നമുക്കൊരു ഫിസിക്കലി നമ്മൾ കാണുന്നില്ലെങ്കിൽ പോലും നമ്മുടെ ഒരു പ്രസൻസ് നിങ്ങൾ അനുഭവിച്ച് ആ പ്രസൻസിലൂടെ പഠിച്ചു പോകാൻ തന്നെ നോക്കണം. ഇതൊക്കെ ആദ്യമേ തന്നെ ചെയ്യേണ്ടതായിരുന്നു. പലരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എങ്കിലും ഈ ലാസ്റ്റ് ഒക്കെ എത്തുമ്പോൾ ബാക്ക്ലോഗ്സ് ഉള്ള ആൾക്കാർ ഇനി കുഴപ്പമില്ല, ഇനി ബാക്ക്ലോഗ് ഉള്ളതുകൊണ്ട് ഈ ലൈവ് കാണണ്ട, ഞാൻ വേറൊരു റെക്കോർഡിംഗ് ആ സമയത്ത് കാണാം, സ്പീഡിൽ കാണാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അതൊന്നും അല്ല ചെയ്യേണ്ടത്. ലൈവുകൾ പോകുന്ന സെഷൻസ് ലൈവിൽ തന്നെ കണ്ടാൽ ഒരു ഗുണം, നിങ്ങൾ വിചാരിക്കും അത് റെക്കോർഡിംഗ് ആകുമ്പോഴത്തേക്കും 3 മണിക്കൂർ എടുത്ത ലൈവ് ഞങ്ങൾക്ക് 1.5 മണിക്കൂർ കൊണ്ട് കണ്ടു തീർക്കാം. പക്ഷെ അതുകൊണ്ട് ഒരു ബെനിഫിറ്റും ഇല്ല. ലൈവിൽ ഒരു അധ്യാപകൻ നിന്ന് നിങ്ങളോട് പറഞ്ഞു തന്ന് നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്ത് നിങ്ങളുടെ ചാറ്റുകൾ കണ്ട് പറഞ്ഞു തരുന്നതും അതല്ല നിങ്ങൾ സ്പീഡിലിട്ട് കാണുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് ഫിനിഷ് ചെയ്യാനുള്ള വെപ്രാളത്തിൽ പലരും അവരവരുടെ ഇഷ്ടമുള്ള ഒരു മോഡിലേക്ക് മാറുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമുള്ളൊരു മോഡിലേക്ക് മാറാതെ നമ്മൾ തരുന്ന ടൈം ടേബിൾ എന്താണോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി, നമുക്കിപ്പോൾ ലൈവ് സെഷൻസ് ആണ് തരുന്നെങ്കിൽ ലൈവിൽ കൂടെ നിന്ന് ലൈവ് തീരുന്നത് വരെ നിന്ന് ആ റൈസ് ദ ഹാൻഡ് ഓപ്ഷനും നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ആ ചാപ്റ്റർ ഒരു 70 to 80% നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകും. പിന്നെ വീണ്ടും അത് ബാക്ക്ലോഗ് എന്ന് പറഞ്ഞ് നാളെ നടക്കേണ്ടി വരില്ല. അതല്ലാതെ ഈ ലാസ്റ്റ് മൊമെന്റിലാണ് ഈ ഒരു കൺഫ്യൂഷൻസ് ഒക്കെ പലർക്കും വന്നു പോകുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് കൃത്യമായി നിന്നാൽ ഓൺലൈൻ ഓഫ്ലൈൻ എന്ന ഒരു വ്യത്യാസമേ ഇല്ല. ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും നിങ്ങൾ പഠിക്കുമെങ്കിൽ, നിങ്ങൾ വർക്ക് ചെയ്യുമെങ്കിൽ ഉറപ്പായിട്ടും 720 നിങ്ങളുടെ കയ്യിൽ തന്നെ. കാരണം നമുക്കിനി ഈ റിവിഷൻ ക്ലാസ്സുകളല്ല, ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ബാക്ക്ലോഗ്സ് കിടക്കുമോ അല്ലെങ്കിൽ മനസ്സിലാകാതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും ക്ലാസ്സുകൾ ഇനിയും ലൈവായിട്ട് വരുന്നുണ്ട്. മെയ് 4-ാം തീയതി വരെയും ലൈവ് സെക്ഷനിൽ ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ ഡിസ്കഷനുകളും എല്ലാം നിങ്ങളുടെ കയ്യിലെത്തും. അപ്പോൾ ഒരു ചാപ്റ്ററിനെ കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ടതായിട്ടില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. പക്ഷേ ഓഫ്ലൈനായിട്ട് എക്സാം എഴുതേണ്ടതിൻ്റെയും അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതിൻ്റെയും പ്രാധാന്യത്തിലോട്ടാണ് നമ്മൾ ജനുവരി വരെ വരുന്നത്. ഇത് 2024 നമ്മൾ കടന്നിരിക്കുകയാണ് അല്ലേ? 2024 നിങ്ങളുടെ വർഷമായിരിക്കും, ഒരു സംശയവും. ഓക്കെ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.